വെൽക്കം ബാക്ക്. കുറേ കാലത്തിന് ശേഷം എന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് B.Edന്റെ എയ്ഡുകൾ കാണിച്ചു തരാം. അതായത് ഇന്റേൺഷിപ്പിന് പോകുന്ന സമയത്തും വൈവയ്ക്കും കമ്മീഷനും എല്ലാത്തിനും കൂടെ എയ്ഡുകൾ വെക്കണം. അപ്പം ഞങ്ങളെ കോളേജിൽ ഉണ്ടാക്കി കുറേ സാധനം ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. സോഷ്യൽ സയൻസിൻ്റെ എയ്ഡാണ്. അവിടെ മാപ്പ് ഉണ്ട്, ഇഷ്ടംപോലെ മാപ്പ് ഉണ്ട്, അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, കണ്ടില്ലേ കോണ്ടിനൻസിൻ്റെ മോഡൽ. ഓക്കെ, എല്ലാം എടുത്തുകൊണ്ട് പോവുക അല്ലേ? യാ ഗൈസ്, ഇത് കണ്ടോ, അമ്പലത്തിൻ്റെ മോഡല്, വിൻമില്ലിൻ്റെ മോഡല്, സോഷ്യൽ മീഡിയനെ പറ്റിയിട്ടുള്ള സാധനങ്ങൾ, എലക്ഷൻ്റെ സാധനങ്ങൾ, കുറേ. അതായത് ഇത് ചെറിയ പണിയല്ല ഗൈസ്. റിയ, ഇതിനെ പറ്റി 2 വാക്ക് പറ. എങ്ങനെയാണ് ഇത് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയത്? കഷ്ടപ്പെട്ടുണ്ടാക്കിയോണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. യാ, പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെയും കുറേ മാപ്പ് സാധനങ്ങളുണ്ട്. പിന്നെ കുറേ ബിൽഡിംഗ് മോഡൽസ് ഉണ്ട്, മണ്ണിനങ്ങളുടെ മോഡൽ കണ്ടോ അവിടെ. പിന്നെ അതേപോലെ ഇത് കണ്ടില്ലേ, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, ഓരോ സൈഡിലും ഓരോരോ സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഓബ്വിയസ്ലി ഗ്ലോബ്, പിന്നെ വേറെ കുറേ സാധനങ്ങൾ, ഫ്ലാഷ് കാർഡുകൾ, ഇത് കണ്ടോ പിരമിഡ്, അതേപോലെ ഗാലക്സി മോഡൽ. പിന്നെ ഇങ്ങനത്തെ കാണുന്ന പിക്ചേഴ്സ് എന്ന് പറയുന്നവരാണ് ഫ്ലാഷ് കാർഡ്. അത് കുറേ വേണം. ഇതൊക്കെ കണ്ടോ എത്ര രൂപേൻ്റെ സാധനമാണ്. പിന്നെ ഒരു കൊട്ടക്കണക്കിന് ചാർട്ട് എഴുതണം. പൈസ ഉണ്ടല്ലേ, കോമ്പസിൻ്റെ മോഡല്, റോക്കറ്റ്, അങ്ങനത്തെ കുറേ സാധനം. അനശ്വര, എൻ്റെ മോഡൽസ് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാമോ? ആ, ഓക്കെ ഓക്കെ. ഗൈസ്, ഇതൊക്കെ ഇംഗ്ലീഷിനതാണ്. ഓക്കെ, അല്ല ഇതൊക്കെ ഉണ്ടാക്കിയോണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ ക്ലാസ്സിൽ യൂസ്? ഗൈസ്, ഇതൊക്കെ ഇംഗ്ലീഷിൻ്റെ മോഡൽസാണ്. ഇംഗ്ലീഷ് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ചാപ്റ്ററിൽ പറഞ്ഞ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം എന്താക്കണം, ഇതേപോലെ ഏടുകളാക്കിയിട്ട് ചെയ്യണം. കുറേ എന്നൊക്കെ പറഞ്ഞാൽ ഇത് കയ്യും കണക്കൂല. ഇത് എങ്ങനെ തൂക്കി വിറ്റാലും ഒരു 10-12,000 രൂപേൻ്റെ സാധനം ഉണ്ടാവും തോന്നുന്നു. ഗൈസ്, കുറേ ഫ്ലാഷ് കാർഡ്, കുറേ എയ്ഡ്, പിന്നെ കുറേ ഒട്ടിക്കുന്ന സാധനങ്ങൾ. ഇനി സയൻസുകാരുടെ സാധനം കാണിച്ചാ. ശ്രീജി, എടാ മന്തി കഴിക്കാൻ പോയി എല്ലാവർക്കും. ആ, ഫ്ലാഷ് കാർഡെല്ലാം കൂടെ തൂക്കിക്കാൻ പോകുന്നു. ല്ലേ റെയിൻ സർക്കിള്, പിന്നെ റോക്കറ്റ് പോകുന്നത്. അയ്യോ, ആണല്ലേ, അസ്ഥികൂടം, പപ്പറ്റ്, കുറേ സാധനങ്ങളുണ്ട്. ആ പറയൂ. ആ, ദാറ്റ്സ് ഓൾ. വേറൊന്നുമില്ലേ? വേറൊന്നും ഉണ്ടാക്കിയില്ല? ഓക്കെ 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 ഓക്കെ. ശ്രീജീഷ്, ഇത്രയും വർക്ക് ചെയ്തതിനെ പറ്റി എന്താണ് ഒരു അഭിപ്രായം? സയൻസ് വരെ നല്ലോണം മെനക്കെട്ടുണ്ട്, കറക്റ്റ് കാണാൻ പറ്റും. മെറിൽ, നീ എന്തൊക്കെയാ ചെയ്തേ? ആസിഡ് ട്രെയിൻ എവിടെ? അഭിഷേക്, നീ എന്താ ചെയ്തേ? നൈട്രജൻ സൈക്കിൾ. എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പാസ്കൽസ് ലോ സംഭവം കണ്ടില്ലേ? ആ, മഹിഷ്മതി ഒക്കെ ഉണ്ട്. ആ, പാസ്കൽ. ആ, വർക്കിംഗ് ആണ്. വർക്കിംഗ്. മഹിഷ്മതിയോ? കുറേ സാധനം ഉണ്ട് അല്ലേ? ഓക്കെ, നന്ദു അത് കത്തുവോ? ആ, ടേബിളിൽ വെക്കാം. ഫാൻ കറങ്ങുമോ ഗൈസ്?
ഓ സീൻ. ഓക്കെ, വേറെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇത്രയാണ് സയൻസിന്റെ സാധനങ്ങൾ. ഇനി നമുക്ക് മാത്തമാറ്റിക്സിലേക്ക് വരാം. മാത്തമാറ്റിക്സിന്റെ ആരും ഇവിടെ അല്ല. ഓ ദാ ദാ ആരുണ്ടാക്കിയതെന്നല്ല, സാധനം ഉണ്ടെന്ന് കാണിച്ചാൽ മതി. മാർക്കിലാണ് കാര്യം. അല്ലേ അല്ലേ അല്ലേ? ഹ്യൂമൻ ബോഡി പാർട്സ് സാധനങ്ങള്, അങ്ങനത്തെ കുറെ. ആഷിക്കേ എന്തൊക്കെയാ ഉണ്ടാക്കിയേ? 3D പിരമിഡ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ മാത്സ് വേറെ കുറേ അധികം സാധനങ്ങളുണ്ട്. അതായത് മാത്സ് മെയിനായിട്ട് ചാർട്ട്, പിന്നെ മോഡലൊക്കെ ഉണ്ടല്ലേ. ഇത് കംപ്ലീറ്റ്ലി പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനത്തെ കുറേ അടിപൊളി അടിപൊളി സാധനങ്ങൾ. അങ്ങനെ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഇന്ന് കമ്മീഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നെങ്കിലും പോയി ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങണം അല്ലേ ശ്രേയ? ഒന്ന് പോയി കിടന്നുറങ്ങണ്ട വരികയ്ക്ക്. ഇത്രയാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചിട്ടുള്ളൂ. സംഭവം വൈവയൊക്കെ വമ്പം സീനായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് കഴിഞ്ഞു സംഭവം. എന്തായാലും ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ മാർക്കൊന്നും തന്നിട്ടില്ല. കാരണം ക്ലാസ്സിലെ പിള്ളേർക്ക് എന്നാലും ഇതുകൊണ്ട് പഠിപ്പിച്ചിട്ട് അവർക്ക് വലിയതായിട്ട് പഠിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഉണ്ടാക്കണം, അത്ര മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനെ ഗുഡ് ബൈ.